യുടെ സഹായം കൊണ്ട് പരിമിതികളെ അതിജീവിച്ച് എല്ലാവരെയും അമ്പരപ്പിക്കുകയാണ് ഒമാനിലെ സീബ് ഇന്ത്യൻ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമാൻ മുഹമ്മദ്. കാഴ്ച പരിമിതിയുള്ള അമാൻ മൊബൈൽ ഫോണും ലാപ്ടോപ്പും എല്ലാം ഉപയോഗിച്ചാണ് അറിവിന്റെ പുതിയ വാതിലുകൾ തുറക്കുന്നത്. നിരവധി അംഗീകാരങ്ങളും നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കൻ. Now let me start with my demo. I use assistive technology for everything, from reading books to solving maths and for all my writing purpose. അമാൻ പഠിക്കുകയാണ്, ഒപ്പം പരിമിതികൾ ഒന്നിനും തടസ്സമല്ലെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 7 വയസ്സുകാരൻ കാഴ്ച പരിമിതിയുള്ള അമാൻ കീബോർഡ് കാണാതെ ഹിന്ദിയും ഇംഗ്ലീഷും കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യും. ബംഗളൂരു സ്വദേശികളായ ഷുഹൈബ് അഹമ്മദിന്റെയും നൌഷീൻ കലേറിയയുടെയും 2ാമത്തെ മകനാണ് സീബ് ഇന്ത്യൻ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമാൻ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ മാതാവ് തന്നെയാണ് മകന് പരിശീലനം നൽകിയത്. Aman uses assistive technology in his school. He has visual impairment, but he manages very well at school. He uses a free screen reader software called NVDA, and he uses other apps as well on his phone, like Seeing AI for all his reading purposes, and for other and he does maths and computers as well. പഠനത്തിലും പഠനേതര വിഷയത്തിലും മിടുക്കനായ അമാൻ ഏറ്റവും പ്രായം കുറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. ഇതിലൂടെ ഇൻഫ്ലുവൻസർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടവും നേടി. 1 മിനിറ്റിൽ പരമാവധി വാക്കുകൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത കാഴ്ച പരിമിതനായ കുട്ടിയെന്ന അംഗീകാരവും നേടിയിട്ടുണ്ട്. ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് അവൻ ഒരു കാര്യത്തിനും നമ്മൾ ബാക്കിലേക്കാക്കി നിർത്തുന്നില്ല. എല്ലാ കാര്യത്തിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട അവൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ത്രൂ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂള് അവനെ ഹെൽപ്പ് ചെയ്യണു. സ്കൂൾ തലത്തിലും ഇന്റർ സ്കൂൾ തലത്തിലും വിവിധ മത്സരങ്ങളിലും അമാൻ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. മസ്കറ്റ് ഇന്ത്യൻ സ്കൂളിലെ കെയർ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നടന്ന വാർഷിക പ്രദർശനത്തിലും ഈ 7 വയസ്സുകാരൻ കയ്യടി നേടി. ഫൈസൽ മുഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.